ഇപ്പോൾ ഡോക്ടർ വന്ദനയുടെ അച്ഛൻ KG മോഹൻദാസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അദ്ദേഹം കൊല്ലത്തേക്കുള്ള യാത്രയിലാണ്. വിധി കേൾക്കാൻ വേണ്ടി യാത്രയ്ക്കിടയിൽ നമ്മളുമായി സംസാരിക്കുന്നു. നമസ്കാരം. എനിക്ക് അങ്ങയുടെ വിഷമമൊക്കെ നന്നായിട്ട് മനസ്സിലാകും. അങ്ങ് എന്നോട് അടുത്തിടെ സംസാരിച്ചതുമൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങ് ശരിക്കും ഈ സന്ദീപ് എന്ന് പറയുന്ന നീച പ്രവൃത്തി ചെയ്ത ഇയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നാണ് അങ്ങയുടെ ആഗ്രഹം? നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പറയുന്ന ശിക്ഷ അതെന്തായിരുന്നാലും അത് ലഭിക്കും എന്ന് സമൂഹത്തിലുള്ളവരെ പോലെ തന്നെ നമുക്ക് വിശ്വാസമുണ്ട്. കാരണം പ്രതിയുടെ പേരിൽ ചുമത്തപ്പെട്ടുള്ള 10 കുറ്റകൃത്യങ്ങളും അസന്നിഗ്ധമായിട്ട് തെളിഞ്ഞതായിട്ട് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ ശക്തമായ രീതിയിലും കൃത്യമായ രീതിയിലും ഒക്കെ അതിനുവേണ്ട തെളിവുകളും രേഖകളും ഒക്കെ കോടതിയിൽ ഹാജരാക്കി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 302, 307 ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ ചേർത്ത് നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ ഇതെല്ലാം തന്നെ 10 കുറ്റകൃത്യങ്ങളും ചെയ്തതായിട്ട് കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന നല്ല ഒരു ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിനെ പോലെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഈ കേസിൻ്റെ വിചാരണ കൊല്ലത്ത് ആരംഭിച്ചതിന് ശേഷം അങ്ങ് യാതൊരു വിശ്രമമില്ലാതെ ഈ കേസിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങയുടെ ഭാര്യയും അങ്ങയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്ര അവസാനിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ഒരുപാട് വന്ദനയുടെ പേരിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ അങ്ങ് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നെനിക്കറിയാം. എന്തായാലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഈ ദുരന്തം അതിന് പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണം. അതിനിടയിൽ പ്രതി ഒരു മനോരോഗിയാണ്, മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടി എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ കോടതിയിൽ പ്രതിക്ക് വേണ്ടി നിരത്തിയിരുന്നു. എന്നാൽ ആ വാദങ്ങളൊക്കെ പൊളിഞ്ഞു പാളീസാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ അങ്ങയുടെ മനസ്സിന് ഏറ്റ നൊമ്പരം എന്തായിരുന്നു? പ്രതി അകാരണമായിട്ട് ചെയ്തിട്ടുള്ള ഈ കുറ്റകൃത്യം സമൂഹ മനസാക്ഷിയെയും ഞങ്ങളെയും ഒരുപോലെ അമിത ദുഃഖത്തിൽ ആക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഈ പ്രതിക്ക് മാനസിക ബുദ്ധിമുട്ടും മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവർ കേസുകൾ ഫയൽ ചെയ്തിട്ട് പോലും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അത് ഒരു മാനസിക ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് അറിയുന്നതിന് കേരള ഗവൺമെൻറ് ഒരു സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുക്കുകയും അത് പ്രകാരം കേരളത്തിലെ ഏറ്റവും സമ്പന്നതരായ ഡോക്ടർമാർ ഉൾപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെയും പ്രമുഖന്മാരെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 7 പേരെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ആ മെഡിക്കൽ ബോർഡ് പ്രതിയെ അവരുടെ കസ്റ്റഡിയിൽ തന്നെ കൊണ്ടുവന്ന് വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് ടെസ്റ്റുകൾ നടത്തി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് യാതൊരുവിധ മാനസിക വിഭ്രാന്തിയോ മറ്റ് അസുഖങ്ങളോ മാനസിക ടെൻഷനുകളോ ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നില്ല. ഈ പ്രതി ചെയ്ത കുറ്റത്തിനെക്കുറിച്ച് വളരെ അറിവുള്ളതാനും ബോധമുള്ളതാണെന്നും എന്നുവരെയും ഡോക്ടർമാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിണിതഫലം എന്തായിരുന്നാലും അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ ആക്ഷൻ്റെ പരിണിതഫലത്തെക്കുറിച്ച് നല്ല ബോധ്യവാനാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മെഡിക്കൽ ബോർഡ് സുപ്രീം കോടതിക്ക് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മാനസിക വിഷയത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ലം സെഷൻസ് കോടതിക്ക് ബോധ്യം വന്നത്. ഓക്കെ, അങ്ങ് കൊല്ലത്തേക്കുള്ള യാത്രയിൽ പാതി വഴിയിൽ ഇറങ്ങിയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങ് യാത്ര തുടരുക, അങ്ങയുടെ യാത്രയ്ക്ക് ഗുണമുണ്ടാകും. ഒരുപക്ഷെ വന്ദനാദാസിന് ഉണ്ടായ ഈ വലിയ ആക്രമണത്തിൽ ആ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയോടെ അങ്ങ് കൊല്ലത്തേക്ക് പോവുക. ഞങ്ങളും ആ വിധി കാത്തിരിക്കുന്നു. വിധി വന്നതിന് ശേഷം അങ്ങോട്ട് വീണ്ടും നമുക്ക് പ്രതികരിക്കാം എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഈ യാത്രയ്ക്കിടയിലും ഈ വേദന അങ്ങേ വല്ലാതെ വേട്ടയാടുമ്പോഴും നമ്മോട് സംസാരിക്കാൻ അങ്ങ് സമയം കണ്ടെത്തൽ നന്ദി. നമസ്കാരം സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.